ഹേല ഗൈസ്. വിജയ്ക്ക് വാരിസ് എങ്ങനെയാണോ അതേപോലെയാണ് സൂര്യക്ക് വിശ്വനാഥൻ സൺസ്. ആ ലെവലിലാണ് പടം എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു പക്ക സീരിയൽ കണ്ടിറങ്ങിയ ഫീലിംഗ് ആണ് പടം കണ്ടപ്പോൾ ഉണ്ടായത്. ഞാൻ ഇത് സീരിയൽ പോലെ എന്ന് പറയുന്നത് പടത്തിന്റെ മേക്കിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ല. കാരണം ക്വാളിറ്റി അത്ര വലിയ മോശമൊന്നല്ല. പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിനെ വലിച്ച് നീട്ടി അങ്ങ് 2.5 മണിക്കൂർ കൂടുതലാക്കി വെച്ചിട്ടുണ്ട് പടത്തിൽ. 2.5 മണിക്കൂർ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് പടത്തിന് ഫീൽ ചെയ്തിരി. ശരിക്കും ഉണ്ടോ ഇല്ല ഡ്യൂറേഷൻ നോക്കിയാലും അറിയില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഇവരെ വീട്ടിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളും പരിപാടിയിലും ഇവരെ വീട്ടിലേക്ക് ഒരു വർഷത്തിലേക്ക് കൂടി മമിത വീട്ടിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ആ ഒരു സംഭവം. പക്ഷെ അത് പെട്ടെന്ന് പറഞ്ഞ് തീർത്തുകൂടെ. പക്ഷെ ഇതങ്ങനല്ല. ഇതങ്ങ് വലിച്ചു തീട്ടിട്ട് മമിതന്റെ പെർഫോമൻസ് സൂര്യന്റെ പെർഫോമൻസിൽ കാണാൻ നല്ല രസമുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങ് പോവുകയും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫ് എന്താടാ ഇത് തീരാത്തെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. ആ ഒരു ഫീലാണ് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യ ഈ വീട്ടിൽ നിന്ന് പോയി വേറൊരു വീട്ടിലെത്തി. ആ വീട്ടിൻ്റെ ഉള്ളിലത്തെ ഒരു പ്രശ്നങ്ങൾ. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു വീട്ടിലാവും, സെക്കൻഡ് ഹാഫ് ഫുൾ വേറൊരു വീട്ടിലാവും. ആ വീട്ടിലൊരു കല്യാണം നടത്തി കൊടുക്കുന്ന പരിപാടിയാണ്. ആ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കുടുംബത്തിൽ ഓരോ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. സൂര്യ ഒരാളെ വീട്ടിലും പോയിട്ട് എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ച് ലാസ്റ്റ് കല്യാണം ശുഭകരമായി നടത്തിക്കും. അതാണ് സെക്കൻഡ് ഹാഫിന്റെ സംഭവം. പിന്നെ പടത്തിൽ കുറച്ച് പഴയ ഫ്ലാഷ് ബാക്ക് കാര്യം കാണിക്കുന്നുണ്ട്. അത് ഇമോഷൻസ് കണക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും അത്യാവശ്യം മോശമുണ്ട്. അതൊന്നും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പടത്തിന്റെ സ്റ്റാർട്ടിങ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ പടം ഫുള്ള് വേറെന്തൊരു സംഭവത്തിലേക്കാണ് പടം പോകുന്നത് വിചാരിച്ചു. പക്ഷെ പിന്നെ അങ്ങോട്ട് പടം ട്രാക്കിലാക്കി പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഫുള്ള് സീരിയൽ വൈബ്. ഡ്യൂറേഷനാണ് എനിക്കൊരു ഭയങ്കര പ്രശ്നമായി തോന്നിയിട്ടുണ്ടായത്. ഡ്യൂറേഷൻ കുറച്ച് കുറഞ്ഞിട്ട് കുറച്ച് ചെറിയ 2 മണിക്കൂറിലൊക്കെ ഒതുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പിന്നെയും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. പക്ഷേ ഇത് അസഹനീയം തന്നെ പറയേണ്ടി വരും. എന്തായാലും പിന്നെ ഈ വീക്ക് വരെ പടം ഒന്നുമില്ല, മകുട എന്നുള്ളത്. പിന്നെ ഇതിന് പോകാൻ താല്പര്യം ആരും കൊണ്ടെങ്കിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.